CMRL എക്സാലോജിക്ക് ഇടപാടിൽ വീണ്ടും ആരോപണങ്ങളുമായി മാത്യു കുഴൽനാടൻ MLA. ബാംഗ്ലൂർ കമ്മീഷണറേറ്റിൽ നിന്ന് ലഭിച്ച വിവരമനുസരിച്ച് CMRL നിന്നും വാങ്ങിയ പണത്തിന് വീണ വിജയൻ നികുതി അടച്ചിട്ടില്ല. 2017 മുൻപ് നികുതി അടച്ചുവെങ്കിൽ വീണ വിജയന് സർവീസ് ടാക്സ് രജിസ്ട്രേഷൻ ഉണ്ടാകണം. എന്നാൽ 2017 GST വരുന്നത്. നികുതി അടച്ചുവെന്ന മുഖ്യമന്ത്രിയുടെയും ധനമന്ത്രിയുടെയും വാദം തെറ്റെന്നും മാത്യു കുഴൽനാടൻ MLA പറഞ്ഞു. 2017 മാത്രം GST എടുക്കുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് 2016 നികുതി അടക്കിയെന്ന് ഞാൻ ചോദിച്ചിരുന്നു. വീണ വിജയനെ സംരക്ഷിക്കാൻ വേണ്ടി CPM കള്ളം പറയുന്നത് മനസ്സിലാക്കാം. സംസ്ഥാന സർക്കാർ അതുപോലെ തന്നെ ഒരു ധനമന്ത്രിയെ കൊണ്ട് CPM കള്ളം പറയിച്ചാണ്. അദ്ദേഹത്തിന്റെ പറഞ്ഞിട്ടുള്ള സംസാരത്തിലുള്ള ലിമിറ്റേഷൻസ് നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാവും. തീർച്ചയായും ഇത് അങ്ങേയറ്റം നിർഭാഗ്യകരമായ ഒരു സമീപനമാണ് അവർ സ്വീകരിച്ചത്. അപ്പൊ GST വിഷയത്തിൽ ഇത് വരുന്നതോടുകൂടി, അതായത് വീണയ്ക്ക് സർവീസ് ടാക്സ് രജിസ്ട്രേഷൻ മുമ്പ് ഉണ്ടായിരുന്നില്ല എന്നത് വരുന്നതോടുകൂടി ഈ 1,72,00,000 രൂപയ്ക്ക് നികുതി അടച്ചിട്ടില്ല എന്നും ഇത് അങ്ങനത്തെ ഒരു സേവനമായിരുന്നില്ല എന്നും നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും.